എനിക്കിവിടുത്തെ ഈയിടെ ജമാഅത്ത് ഇസ്ലാമി ടാറ്റയുടെ സ്റ്റുഡിയോയ്ക്കെതിരെ മാർച്ച് നടത്തി. അതായത് അവർ പലസ്തീൻ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ സംഘടനകളൊക്കെ മാർച്ച് നടത്തേണ്ടത് എവിടെയാണെന്നറിയോ? ഇവർ CIA പേരിൽ അനാവശ്യമായി കലാപം നടത്തും, വഖഫിൻ്റെ പേരിൽ മാർച്ച് നടത്തും. ഇവിടുത്തെ മുസ്ലിം മതസംഘടനകളൊക്കെ നടത്തേണ്ടത് ഇവർക്കെതിരായിട്ടാണ്. പക്ഷേ നിങ്ങൾ കർമ്മ ന്യൂസ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കാത്തതെന്നറിയോ? ഇവിടുത്തെ എല്ലാ മത മേധാവികൾക്കും സംഘടനകൾക്കും ഹജ്ജ് ഉംറ ഓപ്പറേഷൻ ഉണ്ട്. ചില തൊപ്പിക്കാർക്കും ഉണ്ട്, ചില താടിക്കാർക്കും ഉണ്ട്. അവരാണ് കൂടുതൽ പറ്റിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. താങ്കൾ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്, താങ്കൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ്. ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. താങ്കൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ട് ഇരിക്കുമ്പോഴാണ് 10,000-40,000 ആൾക്കാർ ഹജ്ജ് ചെയ്യാൻ പറ്റാതെ വന്നത്. എന്ത് കാരണമാണ്? നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് പോയ ഒരു മലയാളി എന്നുള്ളതും വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും അബ്ദുള്ള കുട്ടി എന്തുകൊണ്ടാണ് ഇത്രയും പേര് ഹജ്ജിന് പോകാൻ സാധിക്കായിരുന്നത്? ആരുടെ ഉദാസീനതയാണ്? രാമഭദ്രൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്, വളരെ വൈകാരികമായ ഒരു വിഷയമാണ്. ഈ വർഷത്തെ ഹജ്ജ് പൂർത്തിയായി ഹാജിമാർ പരിശുദ്ധ മക്കയിൽ നിന്ന് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ പറയാനുള്ളത് 42,000 ആളുകൾക്ക് ഇപ്രാവശ്യം ഹജ്ജിന് പോകാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുത്തരവാദി ഞങ്ങളല്ല, അതിനുത്തരവാദി നരേന്ദ്രമോദി ഗവൺമെൻറ്റല്ല, അതിനുത്തരവാദി PTOs ആണ്, പ്രൈവറ്റ് ടൂർ ഓപ്പറേറ്റേഴ്സാണ്. ഞാൻ അവരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല, പക്ഷേ അതാണ് സത്യം. ഇത് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ അറിയാം? തുറന്നു പറയും. അതെ, അത് പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹജ്ജ് കമ്മിറ്റിക്ക് 1,75,000 സൗദി ഗവൺമെൻറ് മുസ്ലിം ജനസംഖ്യ അനുസരിച്ച് തന്നിട്ടുള്ള കോട്ട. അതിൽ 70% 1,22,000 ഞങ്ങൾക്കും ബാക്കി ഒരു 52,000 അവർക്കുമാണുള്ളത് പ്രൈവറ്റിന്. അപ്പം ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് കാശ് പിരിച്ച് അവർക്ക് താമസ സൗകര്യവും എല്ലാ സൗകര്യവും ഒരുക്കുന്നത് ഞങ്ങളാണ്. ആ ചുമതല മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചുമതല വെച്ചാൽ PTO പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള കോട്ട കൊടുക്കും. അത് മുന്നത്തെ വർഷം 20% ഈ വർഷം 30%. പണ്ടേ 30 അത് 20 തന്നെ. കാരണം അവർ സർവീസിലൊക്കെ ഒരുപാട് വിമർശനങ്ങളും പോരായ്മകളും വന്നപ്പോഴാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇപ്രാവശ്യം എന്താ സംഭവം എന്ന് വെച്ചാൽ, സൗദി ഗവൺമെൻറ് ഹജ്ജിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം കാലേക്കൂട്ടിയാക്കി. സാധാരണ ഞങ്ങൾ ഡിസംബറിലാണ് അപേക്ഷ ക്ഷണിക്കുക. എന്നാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓഗസ്റ്റിൽ ഒരു 3-4 മാസം മുമ്പ് അപേക്ഷ ക്ഷണിച്ചു. എന്നിട്ട് ജനങ്ങളിൽ നിന്ന് കാശ് വാങ്ങിച്ച് അത് കൃത്യമായി സൗദിയിൽ അടച്ചു. അത് മീനയിലും അതുപോലെ തന്നെ അറഫയിലും സർവീസ് പ്രൈവറ്റ് ഗ്രൂപ്പിനൊക്കെ പോകുന്ന പൈസയാണ്. അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് കൃത്യമായി അടച്ചു. ഇതുപോലെ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിനും കർശന നിർദ്ദേശം കൊടുത്തിരുന്നു, നിങ്ങൾ ഫണ്ട് നേരത്തെ ഇപ്രാവശ്യം അടക്കണം. സാധാരണ സൗദി അപ്പം ജനങ്ങളിൽ നിന്ന് വാങ്ങിയ കാശ് സമയത്തിന് അടക്കാത്തത് കൊണ്ടാണ് ഈ 42,000 ആളുകൾക്ക് ഹജ്ജ് നിഷേധിച്ചത്. ഞാൻ പറയുന്നു, ഇത് സത്യത്തിൽ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് പടച്ചോൻ കൊടുത്തിട്ടുള്ള ശിക്ഷയായിട്ടാണ് ഞാൻ കാണുന്നത്. ഹാജിമാർക്ക് ഉണ്ടായിട്ടുള്ള വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞങ്ങൾ 3.5 ലക്ഷം വാങ്ങിക്കുമ്പോൾ ഇവർ വാങ്ങുന്നത് 5.5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം തോന്നിയതുപോലെയാണ്. ഇത്രയും പൈസ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകാർ മേടിച്ചിട്ട് ഈ ഹാജിമാരെ കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അവസരം ഉണ്ടായത് പേരുദോഷം നരേന്ദ്രമോദി സർക്കാരിനും അങ്ങേക്കുമല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇത് വിവാദമാകാത്തതിന് കാരണം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത് ചർച്ചയാവുന്നത്. ഇത് സീരിയസ് ഇഷ്യൂ ആണ്. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇതിന് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് എല്ലാവരും അല്ല, മഹാഭൂരിപക്ഷം ചെയ്യുന്നത് നാട്ടിൽ നിന്ന് മുൻകൂട്ടി ജനങ്ങൾ എടുക്കുന്ന പൈസ വരിക്കും. 50 സീറ്റുള്ള 500 ആളെടുക്കുന്ന പൈസ വരിക്കും, 100 സീറ്റുള്ള 1000 ആളെടുക്കുന്ന പൈസ വരിക്കും. എന്നിട്ട് ഇവർ റോള് ചെയ്യും, ഇവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തും. ഇങ്ങനെ ഈ സമുദായത്തെ ദ്രോഹിക്കുന്ന നിരവധി ഹജ്ജ് ഉംറ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. എനിക്കിവിടുത്തെ ഈയിടെ ജമാഅത്ത് ഇസ്ലാമി
ടാറ്റയുടെ സ്റ്റുഡിയോയ്ക്കെതിരെ മാർച്ച് നടത്തി. അതായത് അവർ പലസ്തീൻ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ സംഘടനകളൊക്കെ മാർച്ച് നടത്തേണ്ടത് എവിടെയാണെന്നറിയോ? ഈ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സുമാരാണ്. ജനങ്ങൾക്ക് നിന്ന് കാശ് പിരിച്ചിട്ട് അത് സൗദി ഗവൺമെൻറ്റിന് അടക്കാണ്ട് ഹജ്ജ് നിഷേധിക്കപ്പെട്ടതിന് ഇവരാരും പ്രതികരിക്കുന്നില്ല. ഇവർ CIA പേരിൽ അനാവശ്യമായി കലാപം നടത്തും, വഖഫിൻ്റെ പേരിൽ മാർച്ച് നടത്തും. ഇവിടുത്തെ മുസ്ലിം മതസംഘടനകളൊക്കെ നടത്തേണ്ടത് ഇവർക്കെതിരായിട്ടാണ്. പക്ഷേ നിങ്ങൾ കർമ്മ ന്യൂസ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കാത്തതെന്നറിയോ? ഇവിടുത്തെ എല്ലാ മത മേധാവികൾക്കും സംഘടനകൾക്കും ഹജ്ജ് ഉംറ ഓപ്പറേഷൻ ഉണ്ട്. ചില തൊപ്പിക്കാർക്കും ഉണ്ട്, ചില താടിക്കാർക്കും ഉണ്ട്. അവരാണ് കൂടുതൽ പറ്റിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. അതുകൊണ്ട് ഇവർക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ കാലാവധി പൂർത്തിയാക്കുന്ന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. അല്ല, ഈ വിശ്വാസികളായ ഇസ്ലാം മതവിശ്വാസികളെ ഇത്തരത്തിൽ ആൾക്കാർ പറ്റിക്കുകയാണ് അല്ലേ? സത്യത്തിൽ വലിയ പാപമാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഞാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ ഉടനെ ഞാൻ പറഞ്ഞിരുന്നു, ഈ രംഗത്ത് ഒരുപാട് കൊള്ള നടക്കുന്നുണ്ട്, അഴിമതി നടക്കുന്നുണ്ട്. അത് തടയാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെ ചെന്നപ്പം കണ്ടത് ഹാജിമാർക്ക് 2 ബെഡ്ഷീറ്റ്, 1 കൊട, 2 സൂട്ട് കേസൊക്കെ കൊടുക്കുന്നു. ഞാൻ വിചാരിച്ചത് ഫ്രീ ആണ്. അല്ല, അവരെടുക്കുന്ന കാശ് വാങ്ങിയിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ് 3.5 ലക്ഷത്തിന് ഹജ്ജിന് പോകാൻ പറ്റുന്ന ആളുകൾക്ക് സൂട്ട് കേസും കൊടയും ബെഡ്ഷീറ്റൊക്കെ വാങ്ങാൻ അറിയാം, നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ട. നിങ്ങളറിയുമോ, കർമ്മ ന്യൂസ് മനസ്സിലാക്കണം, കോടിക്കണക്കിന് ഉറുപ്പിയുടെ കമ്മീഷനും തട്ടിപ്പുമാണ് അതിൻ്റെ പിറകിൽ. ഞാനത് അവസാനിപ്പിച്ചു. ഇപ്പോൾ ആ പരിപാടിയില്ല. അതിൻ്റെ പേരിൽ അന്വേഷണം നടത്തി അവിടുത്തെ COയെയും 2 ഡെപ്യൂട്ടി COയെയും സസ്പെൻഷനല്ല ഡിസ്മിസ് ചെയ്ത ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ. അത്ര ആത്മാർത്ഥമായി ഈ രംഗത്ത് ഹാജിമാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ. ഈ 42,000 ആളുകൾക്ക് ഹജ്ജിന് പോകാൻ പറ്റാത്തത് ഒരു വലിയ സങ്കടമാണ്. അവരുടെ ആ പ്രാർത്ഥനയിൽ, അവരുടെ ആ വലിയ ഒരു സ്വപ്നം നഷ്ടപ്പെട്ടതിലുള്ള സങ്കടത്തിൽ ഞാനും പങ്കുചേരുന്നു. പക്ഷേ ഇതിൻ്റെ വസ്തുത ഹജ്ജ് കമ്മിറ്റിക്കോ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ല ഇതിൻ്റെ ഉത്തരവാദിത്വം. ഇത് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സാണ്. ഇവിടുത്തെ മുസ്ലിം മതസംഘടനകളും മതപണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ശക്തമായൊരു പ്രതികരണം ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇത്തരം സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകാർക്ക് ഇനിയും അവർക്ക് അടുത്ത പ്രാവശ്യം കൊടുക്കുമോ, അതോ അവരെ കരിമ്പട്ടികപ്പെടുത്തി മാറ്റി നിർത്തുമോ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് വെച്ചാൽ ഇവർക്ക് അടുത്ത തവണ ഷോക്ക് ട്രീറ്റ്മെൻറ്റായി ഇവർക്ക് ആർക്കും കോട്ട കൊടുക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്, പുതിയ ഹജ്ജ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു വെച്ചതേ ഉള്ളൂ.